കുവൈത്തിലേക്ക് വീണ്ടും ഇറാൻ ആക്രമണം. ഒരാൾ കൊല്ലപ്പെട്ടു. ചൈനീസ് കമ്പനിയുടെ കെട്ടിടത്തിലേക്ക് നടന്ന ആക്രമണത്തിലാണ് തൊഴിലാളി കൊല്ലപ്പെട്ടിരിക്കുന്നത്. സുരേഷ് വെള്ളിമുറ്റം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സുരേഷ്, ഒരാൾ മരിച്ചിരിക്കുന്നു. എവിടെയാണ് ഇപ്പോൾ ആക്രമണം ഉണ്ടാകുന്നത്? എന്താണ് സംഭവിക്കുന്നത് അവിടെ? അക്ഷയ, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ കുവൈറ്റിൽ നിന്നും വരുന്നത്. കുവൈറ്റിന്റെ വടക്കൻ മേഖലയിലാണ് ശക്തമായിട്ടുള്ള ആക്രമണം ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ചൈനീസ് കെട്ടിടം, ചൈനീസ് ബിസിനസ് നടക്കുന്ന ഒരു കെട്ടിടമാണ് ഇത്. അതിലേക്ക് നടത്തിയ ആക്രമണത്തിലാണ് ഒരാൾ മരിച്ചത്. തൊഴിലാളിയാണ് മരിച്ചതെന്ന് സ്ഥിരീകരിക്കുന്നുണ്ട് ഇറാഖും അതോടൊപ്പം തന്നെ ഇറാനും. ഇപ്പോൾ ഏറ്റവും ശക്തമായിട്ട് കുവൈറ്റും അതോടൊപ്പം തന്നെ ഇറാനും ശക്തമായിട്ടുള്ള ആക്രമണത്തിൽ കെട്ടിടത്തിന് കാര്യമായിട്ടുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചു. വലിയ നാശനഷ്ടം തന്നെ ഉണ്ടായി എന്നാണ് അറിയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായും ഇന്ന് പുലർച്ചെ ഇറാനിലേക്ക് വലിയ ആക്രമണം അമേരിക്ക നടത്തി. ഗഷേം മേഖലയിലേക്കാണൊക്കെ ആക്രമണം നടത്തിയത്. ഗഷേമിൽ ഉണ്ടായിട്ടുള്ള ആക്രമണത്തിൽ 3 പേർ, ഒരു കുടുംബത്തിൽ അച്ഛനും അമ്മയും 2 വയസ്സുള്ള ഒരു കുട്ടിയും അടക്കം 3 പേർ മരിച്ചതായി ഇറാൻ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിന് ശേഷമാണ് ശക്തമായിട്ടുള്ള ആക്രമണം ഇപ്പോൾ ഈ പറയുന്ന കുവൈറ്റിലേക്ക് ആകുന്നത്. നേരത്തെ തന്നെ ഇറാന്റെ ഭാഗത്തു നിന്നും അമേരിക്ക ആക്രമണം നടത്തിയാൽ തിരിച്ചടി നൽകുമെന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി നൽകിയിരുന്നു. അതോടൊപ്പം തന്നെയാണ് ജോർദാനിലേക്ക് നടത്തിയിട്ടുള്ള ആക്രമണം. ജോർദാനിലേക്ക് 3 മിസൈലുകൾ ഉപയോഗിച്ച് ഇറാന്റെ ഭാഗത്തുനിന്നും ആക്രമണം ഉണ്ടായി. ആ 3 മിസൈലുകളും പ്രതിരോധിച്ചു എന്ന് ജോർദാൻ അറിയിക്കുന്നുണ്ട്. അതിനുശേഷമാണ് പുലർച്ചെ ഇറാനിലേക്ക് ആക്രമണം ഉണ്ടാകുന്നതും ഇറാനിൽ നിന്ന് ഇപ്പോൾ കുവൈറ്റിലേക്ക് ആക്രമണം ഉണ്ടാകുന്നതും. ഏതായാലും ഈ മേഖല വീണ്ടും ഒരു 3-4 ദിവസത്തെ സമാധാന അന്തരീക്ഷത്തിന് ശേഷം വീണ്ടും ആശങ്ക പരത്തുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്.